ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ് രോഗമായി കിടക്കുമ്പോൾ ഉസ്താദിനെ ചെന്ന് കണ്ടു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളോട് പറഞ്ഞു, ഉസ്താദെ എനിക്കൊന്ന് മന്ത്രിച്ചു തരണം എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ 2 ആലിമീങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ് ആ സമയത്ത് പറഞ്ഞു, ബഹുമാനപ്പെട്ട താത്തൂര് കുഞ്ഞമ്പാവ മുസ്ലിയാരും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും അവരൊക്കെ എനിക്ക് നൽകിയിരിക്കുന്ന ഒരു ദിക്ർ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മനുഷ്യന്റെ മനസ്സുകൾക്ക് ധൈര്യം നൽകുന്ന ദിക്ർ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ചിത്താരി ഉസ്താദ് പറഞ്ഞു, തഹസ്സൻതു ദിൽ ഇസ്സതി വൽ ജബറൂത്ത് വതവക്കൽതു അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ദീനീ ദായികളായ ആളുകൾക്ക് ഏത് പ്രതിസന്ധിയിലും അവരെ മനസ്സമാധാനത്തോടു കൂടെ ഏത് മഹല്ലത്തിലും ഏത് ആളുകൾക്കിടയിലും ഏത് കൊലകൊമ്പന്മാർക്കിടയിലും അള്ളാഹുവിൻ്റെ ദീനീ ദായികൾക്ക് പിടിച്ചു നിൽക്കാൻ കണ്ണിയത്ത് ഉസ്താദിൽ നിന്ന് എനിക്ക് കിട്ടിയത് തഹസ്സൻതു ദിൽ ഇസ്സതി വൽ ജബറൂത്ത് വതവക്കൽതു അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. യാ ഹയ്യു യാ ഖയ്യൂം എന്നതിൻ്റെ മറ്റൊരു പ്രയോഗമാണത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ മരുമക്കൾ, നമ്മുടെ പേരമക്കൾ, നമ്മുടെ അയൽവാസികൾ, ആരെ കൊണ്ടും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ ഈമാനിന് ഒരു തകരാറ് വരുത്താൻ സാധ്യമാകരുത്. നമുക്കെപ്പോഴും സമാധാനത്തോടുകൂടെ കുടുംബത്തിന്റെ ഐക്യവും ഭദ്രതയും അയൽവാസികളുടെ ഐക്യവും ഭദ്രതയും ഇതിനൊക്കെ നിങ്ങൾക്കൊരു സമ്പാദ്യം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി നിങ്ങൾ പതിവാക്കിക്കോ. മുഹമ്മദുർ റസൂലുള്ളാഹി. രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് ആയത്തുൽ കുർസി ഓതുക. വൈകുന്നേരം വരെ പേടിക്കണ്ട. വൈകുന്നേരം ആയത്തുൽ കുർസി ഓതുക. നിനക്ക് സുബഹി വരെ ഭയപ്പെടണ്ട. മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആയത്തുൽ കുർസി അഅ്ളമു ആയത്തിൻ ഫിൽ ഖുർആൻ, റഈസു ആയിൽ ഖുർആൻ. മഹാന്മാരായ ഒട്ടേറെ ആളുകൾ ആയത്തുൽ കുർസി കൊണ്ട് അവരുടെ ഐഹികവും പാരത്രികവുമായ വിജയങ്ങൾക്ക് നേട്ടമുണ്ടാക്കിയത് കിതാബുകൾ എത്രയാണ് കിടക്കുന്നത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സയ്യിദുനാ അബീ ഹുറൈറ. നമ്മളൊക്കെ രാവിലെ ഇപ്പൊ പത്രം എടുത്ത് നോക്കിയാൽ കള്ളന്മാർ, കൊള്ളക്കാർ, പൂട്ടുപൊളിക്കുന്നവർ, എന്തിനേറെ പറയണം. ഞമ്മക്കിപ്പോ കാശ് വീട്ടിൽ വെക്കാൻ പേടിയായാലാണ് നമ്മൾ ബാങ്ക് കൊണ്ടേ കൊടുത്തത്. ഇപ്പൊ കാര്യമായിട്ട് തുറക്കണത് ബാങ്കാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. ATM അവിടേക്കാണ് ഇപ്പം എന്താക്കണത്, തുരന്നിട്ട് സാധനങ്ങൾ. എന്ത് കമ്പ്യൂട്ടറും അല്ലാത്തതും ഒക്കെ ഉണ്ടായിട്ടെന്താ, കള്ളന്മാർ അതിൻ്റെ ഒക്കെ അപ്പുറത്താണ്. അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്, പോക്കറ്റടിക്കാർക്ക് കിട്ടുന്ന ട്രെയിനിങ് എത്ര വിദഗ്ധമായ ട്രെയിനിങ് ആണ്. പോക്കറ്റടിക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിങ് എത്ര വിദഗ്ധമായ ട്രെയിനിങ് ആണ്. കള്ളന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിങ് എത്ര വിദഗ്ധമായ ട്രെയിനിങ് ആണ്. ബഹുമാനപ്പെട്ട ഇമാം അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു പെരുന്നാളിനോട് അടുത്ത് റമളാനിന്റെ ആഖിർ സമയത്ത് സക്കാത്തിന്റെ കാരക്ക വന്നു റസൂലുള്ളാഹിന്റെ അടുക്കൽ. ആ കാരക്ക ഇങ്ങനെ മദീനത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇന്നത്തെ പോലെ ഗോഡൌണും അതുപോലത്തെ സംവിധാനങ്ങളൊന്നും അല്ലല്ലോ അന്ന്. ഒക്കെ ഇങ്ങനെ മുറ്റത്ത് കൂട്ടിയിട്ടിരിക്കാണ്. സക്കാത്തിന്റെ കാരക്ക പെരുന്നാളിനോട് അടുത്ത സമയമാണ്. ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി വിളിച്ചിട്ട് ആ കാരക്കക്ക് കാവൽ നിൽക്കാൻ ഏൽപ്പിച്ചു. യാ റബ്ബ്, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു സക്കാത്തിന്റെ മുതലാകുന്ന കാരക്കക്ക് ഇങ്ങനെ കാവൽ നിൽക്കുമ്പോൾ അതാ വരുന്നു കള്ളൻ വന്നിട്ട് മെല്ലെ കാരക്ക ഇങ്ങനെ വാരിയിട്ട് ചാക്കിൽ നിറക്കാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് കയ്യോടാണ് പിടിച്ചു. നിന്നെ ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഹാജരാക്കും, വിടൂല. അപ്പ കള്ളൻ പറഞ്ഞു, ദയവ് ചെയ്യണം, ഞാൻ പട്ടിണി കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഒന്ന് ചവക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ മരിച്ചു പോകും. അങ്ങനത്തെ ഒരവസ്ഥയായത് കൊണ്ടാണ് ഞാൻ ഈ പണിക്ക് ഒരുങ്ങിയത്. അതുകൊണ്ട് എന്നെ നിങ്ങൾ വിട്ടുതരണം. ഇനി ഞാൻ ഈ വിഷയത്തിന് വരൂല. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പട്ടിണിയുടെ രുചി നല്ലപോലെ ആസ്വദിച്ച ആളാണ്. നല്ലപോലെ പട്ടിണി അറിയുന്ന ആളാണല്ലോ അബീ ഹുറൈറ തങ്ങൾ. ആ സങ്കടം കേട്ടപ്പോൾ അബീ ഹുറൈറ കള്ളനെ വിട്ടു. നാളെ ഏതായാലും വരൂലല്ലോ. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസം സുബൈക്ക് പള്ളിയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മാ ഫഅല അസീറക യാ അബാ ഹുറൈറ,
അല്ല അബീ ഹുറൈറ, ഇന്നലെ പിടിച്ച കള്ളൻ എന്തേ ചെയ്തത് എന്ന് ചോദിച്ചു. നബിയേ, നിങ്ങൾക്ക് അറിയോ, ഓൻ്റെ കരച്ചിലും ഓൻ്റെ പട്ടിണിയും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് ദയ തോന്നി, ഞാൻ ഓനെ വിട്ടുവാൻ. വിട്ടപ്പോൾ എന്താ ഡിമാൻഡ് എന്ന് ചോദിച്ചു. ഇനി വരൂല എന്നാണ്. നമുക്ക് നോക്കാറുണ്ട് റസൂലുള്ള. നമ്മളെ മലയാളത്തിൽ പറഞ്ഞാലേ നമുക്ക് നോക്കാം. പിറ്റേ ദിവസമായി അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാവലിൽ നിൽക്കുമ്പോൾ വീണ്ടും വരുന്നു ആള്. കാരൊക്കെ ഇങ്ങനെ വാരിക്കൊണ്ടുപോകുമ്പോ പിടിച്ചു ഒരൊറ്റ പിടുത്തം. ആ പിടുത്തം പിടിച്ചിട്ട് പറഞ്ഞു, എടാ നീയല്ലേ ഇനി വരൂല എന്ന് പറഞ്ഞ് പോയത്. അപ്പൊ അയാൾ കള്ളൻ പെരും കരച്ചിലിന്റെ ഭാര്യയും മക്കളും ആകെ പട്ടിണിയിലാണ്. അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ കുടുംബം തന്നെ മരിച്ചു പോണ മട്ടത്തിൽ ആ പറച്ചിൽ കേട്ടു നോക്കിയാൽ ദാരിദ്ര്യം. പടച്ചോനെ, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ദയ തോന്നി. ഇനി മേലിൽ എന്നെ ഇവിടെ കാണൂല എന്ന ഡിമാൻഡ് പ്രകാരം കള്ളനെ തിരിച്ചയച്ചു. രാവിലെ കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മാ ഫഅല അസീറക യാ അബാ ഹുറൈറ, അല്ല അബീ ഹുറൈറ, കള്ളനെ എന്താ ചെയ്തത്? നിങ്ങൾ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് എന്തായി എന്ന് ചോദിച്ചു. നബിയെ, ഓൻ്റെയും കുടുംബത്തിൻ്റെയും കഷ്ടപ്പാടും പട്ടിണിയും പായേരും ഒക്കെ കേട്ടപ്പോൾ എങ്ങനെയാ വിടാതെ നിൽക്കുക? ഓനെ വിട്ടുവാർ. എന്താ ഡിമാൻഡ് ചോദിച്ചു. ഇനി വരൂല എന്ന് പറഞ്ഞിരിക്കണ. നമുക്ക് നോക്കാം. യാ റബ്ബ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു കലോട്ട് മൂന്നാമത്തെ ദിവസം രാത്രി അബീ ഹുറൈറ കാവൽ നിൽക്കുമ്പോൾ കള്ളൻ വീണ്ടും വന്നല്ലോ. അന്ന് കള്ളനെ അബീ ഹുറൈറ തങ്ങൾ കയ്യോടെ പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്നോട് സംസാരിക്കണ്ട, നിന്റെ സങ്കടം എനിക്ക് കേൾക്കണ്ട, നിന്റെ ഒരു വർത്താനം കേൾക്കണ്ട. നിന്നെ ഞാൻ നേരെ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഹാജരാക്കാതെ ഇനി യാതൊരു പരിഹാരവും ഒരു ദയയും നിന്റെ കാര്യത്തിലില്ല. ഒരൊറ്റ പിടുത്തം. പിടിച്ച പിടിവാശിയിൽ അബീ ഹുറൈറ നിന്നു. അപ്പൊ സ്വഹാബാക്കളൊക്കെ മനസ്സെന്താണെന്നറിയോ? ഒരു ഇൽമ് സമ്പാദിക്കാൻ കിട്ടിയാൽ അവർ അത്യാഗ്രഹികളാണ്. ഒരു ഇൽമ് കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കൾക്ക് അത്ര ആഗ്രഹമാണ്. അബീ ഹുറൈറ തങ്ങളെ പോലത്തവർ വിശേഷിച്ചു. അപ്പോ ഇത് മുതലാക്കാൻ നിന്നു ഇബ്ലീസ്. അങ്ങനെ ഉണ്ടല്ലോ. ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ എന്നെ വിടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു സംഗതി പഠിപ്പിച്ചു തരാം. ആ പഠിപ്പിച്ചു തരുന്ന കാര്യം നിങ്ങൾ കൈമുതലാക്കിയാൽ എല്ലാ കള്ളന്മാരിൽ നിന്നും നിങ്ങൾക്ക് കാവൽ കിട്ടും. അങ്ങനത്തെ ഒരു സംഗതി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞപ്പം അബീ ഹുറൈറ തങ്ങളെ മനസ്സൊന്ന് അയഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് കക്കാൻ വന്നിരിക്കുന്ന കള്ളം പഠിപ്പിച്ചു കൊടുക്കാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അതങ്ങ് പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കയ്യിൽ വെച്ചോളിം, എല്ലാ കള്ളന്മാരുടെ ഷർറിൽ നിന്നും ഇത് നിങ്ങൾ മുതലാണ് കേട്ടോ. നബി മുഹമ്മദ് മുസ്തഫ പിറ്റേന്ന് രാവിലെ അബീ ഹുറൈറയോട് ചോദിച്ചു, അല്ല എന്തേന്ന് ചോദിച്ചു. ഇന്നലെയും കള്ളം വന്നു നബിയെ, എന്നിട്ടോ ഓനെ ഞാൻ വിട്ടു, എന്താ ഡിമാൻഡ്? നബിയെ, എന്നോട് അവൻ പറഞ്ഞു, നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതങ്ങ് കേട്ടപ്പോൾ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ പറഞ്ഞു, ഓൻ പറഞ്ഞതൊക്കെ നേരാണ്, പക്ഷേ ആള് കള്ളൻ തന്നെ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആരാണ് ആള് എന്ന് എനിക്ക് മനസ്സിലായിക്കണോ? അബീ ഹുറൈറയോട് ചോദിച്ചു, ആ വന്ന ആളാരാ നിങ്ങൾക്ക് മനസ്സിലായിക്കണോ? അതാണ് സാക്ഷാൽ ശൈത്താൻ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെയൊക്കെ വീട്ടിന് ഏതുണ്ട്? നമ്മളൊക്കെ വീട്ടിന് പൂട്ടുണ്ട്. ഇപ്പോഴത്തൊക്കെ പൂട്ട് ഏതാ? ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പൂട്ടാ.